എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാക് 241 റൺസാണ് നേടിയത്. എന്നാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അനായാസം ലക്ഷ്യത്തിൽ എത്തുകയായിരുന്നു. മത്സരശേഷം പാക് താരം മുഹമ്മദ് റിസ്വാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നാമതായി ടീം ഇന്ത്യയെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ഇന്ന് മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ഒരു കായിക താരമെന്ന നിലയിൽ അർഹമായിടത്ത് അംഗീകാരം നൽകുന്നതിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ഇന്ത്യ മികച്ച ടീമായിരുന്നു. എല്ലാ മേഖലയിലും അവർ അവരുടെ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പിലാക്കി. ഇന്ത്യൻ ബൌളർമാർ മികച്ച രീതിയിൽ തന്നെ ബൌൾ ചെയ്തു. മൊത്തത്തിൽ ഒരു ചാമ്പ്യൻ ടീമിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ എന്നിവർ. അവർ സമ്മർദ്ദം കൈകാര്യം ചെയ്യുകയും കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത രീതി ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ എല്ലായ്പ്പോഴും വലിയ ആവേശമാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ ഓവറോൾ കളിയുടെ നിയന്ത്രണം അവരുടെ പക്കൽ ആക്കി. ഞങ്ങൾക്ക് ഇത് ഒരു കഠിനമായ തോൽവിയായിരുന്നു. പക്ഷേ ക്രിക്കറ്റിൽ എല്ലായ്പ്പോഴും തെറ്റുകൾ പറ്റുകയും അതിൽ നിന്ന് പഠിക്കുകയും മുന്നോട്ട് പോകുകയും വേണം. ഞങ്ങളുടെ തെറ്റുകൾ വിശകലനം ചെയ്യുകയും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ കൂടുതൽ ശക്തമായി തിരിച്ചുവരികയും ചെയ്യും. ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഒരു ടൂർണമെന്റിൽ സ്ഥിരത വളരെ പ്രധാനമാണ്. ഈ ടൂർണമെന്റിലെ എന്റെ ഫേവറിറ്റുകളിൽ ഒന്നാണ് ടീം ഇന്ത്യ എന്ന് എനിക്ക് പറയാൻ കഴിയും. അവർക്ക് സന്തുലിതമായ ഒരു ടീമും പരിചയസമ്പന്നരായ കളിക്കാരുമുണ്ട്. അവർ ആത്മവിശ്വാസത്തോടെയാണ് കളിക്കുന്നത്. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ നിലവാരമുള്ള ക്രിക്കറ്റ് കാണുന്നത് ഞാൻ എപ്പോഴും ആസ്വദിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി ഒരുപക്ഷേ ഇന്ത്യക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇരു ടീമുകളിലെയും ആരാധകർക്ക് ഒരു വലിയ നന്ദി. ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി നൽകാൻ ശ്രമിക്കും ഈ ടൂർണമെന്റിൽ വിജയിക്കാൻ ആയിട്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. വരും മത്സരങ്ങളിൽ ഇതിലും ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും റിസ്വാൻ വ്യക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കളിയിൽ മുഴുവനായി ആധിപത്യം പുലർത്തി. ബൌളിംഗ് ആയാലും ബാറ്റിംഗിൽ ആയാലും ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. പ്രത്യേകിച്ചും വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ എന്തായാലും ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.